ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. ഇന്ന് നമ്മളൊരു ബോട്ടിലായിട്ട് തന്നെയാണ് ചെയ്യാൻ പോണത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളത്, കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്ര ഈസി ആയിട്ടുള്ളതാണ്. എന്നാൽ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിലുമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രാൻസ്പാരൻറ്റ് ബോട്ടിൽ തന്നെ വേണം, ഈ കളേർഡ് ആയിട്ടുള്ള ബോട്ടിലൊന്നും പോരാ. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പിൽ, കുറച്ചൊരു ലെങ്ത്ത് കൂടുതലുള്ള ടൈപ്പ് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിലാണ്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സെല്ലോ ടേപ്പാണ്. ഈ സെല്ലോ ടേപ്പ് വെച്ചിട്ട് നമ്മൾ ബോട്ടിലേക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ പോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ മാസ്കിൻ ടേപ്പ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ മാസ്കിൻ ടേപ്പ് നോക്കിയപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ സെല്ലോ ടേപ്പ് യൂസ് ചെയ്തത്. മാസ്കിൻ ടേപ്പ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ഒട്ടിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുമല്ലോ. ഇതിപ്പോൾ ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് കാണാൻ ഇത്തിരി പാടാണ്. അപ്പോൾ ഏതായാലും ഞാൻ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ഷേപ്പിലൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലോട്ടുമായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ സെല്ലോ ടേപ്പ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഞാൻ ഏത് പാറ്റേണിലാണ് ഒട്ടിച്ചതെന്ന് കണ്ടാലും മനസ്സിലാവില്ല. പക്ഷേ ഞാൻ കുറച്ച് ആ ഒരു പെയിൻറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഞാനിവിടെ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിക്കാത്ത ആ ഒരു ഭാഗത്തൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സെല്ലോ ടാപ്പിൻ്റെ മേലെ വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷേ പിന്നീട് നമ്മളത് പീൽ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ സെല്ലോ ടാപ്പിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ബോട്ടിലിൻ്റെ ഒരു നടുക്ക് ഭാഗത്തായിട്ടാണ് നമ്മൾ സെല്ലോ ടാപ്പ് കൊണ്ട് ആ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഈ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കോട്ട് അടിച്ചിട്ടൊന്ന് കംപ്ലീറ്റ് ആയിട്ടും ഡ്രൈ ആയതിന് ശേഷം ഞാൻ സെക്കൻഡ് കോട്ടും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ആ ഒരു ടേപ്പ് പറിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പെയിൻറ്റ് കുറവാണ്, വൈറ്റ് പെയിൻറ്റൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെല്ലോ ടാപ്പിൻ്റെ അവിടെ പെയിൻറ്റ് ചെയ്യാതെ രണ്ട് സൈഡിലായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ രണ്ട് കോട്ടും പെയിൻറ്റ് അടിച്ച് നന്നായിട്ടൊന്ന് ആ ബോട്ടിൽ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ടേപ്പ് ഒന്ന് പറിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് ആ ഒരു ടേപ്പ് പറിച്ചെടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാത്തൊരു ഭാഗമായിട്ട് നല്ലൊരു ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തതെന്നുള്ളത്. അപ്പോൾ ഞാൻ വീതി കുറവുള്ള സെല്ലോ ടേപ്പ് ആയതുകൊണ്ട് രണ്ട് പീസ് ഒട്ടിച്ചിട്ടാണ് ആ ഒരു വീതി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് കുറച്ച് എഗ്ഷെൽസ് ആണ്. അപ്പോൾ നമ്മൾ എഗ്ഷെൽസ് രണ്ട് കളർ വെച്ചിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ബ്ലൂ കളറും ലെമൺ യെല്ലോയും വെച്ചിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് കളറാണ് നിങ്ങളെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ രണ്ട് ഡബിൾ കളറായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം എഗ്ഷെൽസ്. അങ്ങനെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളതിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണ്. നിങ്ങൾ കളർ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഡാർക്ക് കളറും പിന്നെ അതുപോലെ ഒരു ലൈറ്റ് കളറും നോക്കിയെടുക്കുക കേട്ടോ. നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് നോക്കിയെടുക്കുക. ഈ ഒരു ബ്ലൂവും യെല്ലോ നല്ലൊരു കോമ്പിനേഷനുള്ള കളറാണ്. അപ്പോൾ അല്ലെങ്കിൽ ഓറഞ്ച് ഗ്രീനും യെല്ലോ ഗ്രീനൊക്കെ നല്ലൊരു കോമ്പിനേഷൻ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ എഗ്ഷെൽസൊക്കെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോട്ടിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒരു ലൈറ്റായിട്ട് നമ്മൾ ഫെവിക്കോൾ ഒന്ന് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആക്രിലിക് പെയിൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്താണ് നമ്മൾ ഈ ഒരു എഗ്ഷെൽസ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ ബ്ലൂ കളർ യെല്ലോ കളർ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും ഒരു കളേഴ്സ് കാണാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്തൊരു പാറ്റേൺ പോലെ ബ്ലൂ കളർ, പിന്നെ അവിടെ അടുത്തൊരു പാറ്റേൺ പോലെ യെല്ലോ കളർ അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3-4 പീസ് ഇങ്ങനെ ബ്ലൂ കളർ യെല്ലോ കളർ അങ്ങനെ വെച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതുപോലെ എഗ്ഷെൽസ് കുഞ്ഞു കുഞ്ഞു പീസാക്കാതെ കുറച്ചൊരു വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടിച്ചതിന് ശേഷം ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് അപ്പോൾ ചെറിയതായിട്ട് ഇങ്ങനെ കട്ടാവുമല്ലോ. എന്നിട്ട് നമ്മളൊരു പിന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നീക്കി കൊടുത്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു എളുപ്പം എന്ന് വെച്ചാൽ ആ രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ ബോട്ടിലിൻ്റെ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ എഗ്ഷെൽസ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടല്ലേ. നമ്മൾ ഒരു ബോട്ടിൽ കാണാനായിട്ട് ഒരു ഭാഗത്ത് മാത്രം എഗ്ഷെൽസ്, പിന്നെ ഒരു ഭാഗത്ത് നമ്മൾ ട്രാൻസ്പാരൻ്റ് ആയിട്ട് കിടക്കുന്നു, പിന്നെ ഒരു ഭാഗത്ത് പെയിൻറ്റിംഗ് ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ആ ഒരു ബോട്ടിൽ ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ബാക്കി ഭാഗത്തും കൂടി എഗ്ഷെൽസ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ടുള്ള എല്ലാ ഭാഗത്തും ഇതുപോലെ എഗ്ഷെൽസ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ആ ഒരു ടേപ്പ് എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗം മാത്രം നമ്മൾ ഒട്ടിച്ച് കൊടുക്കാതെ ബാക്കി ഭാഗത്തൊക്കെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ടുള്ള ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എഗ്ഷെൽസ് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡിലായിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുത്തുകൊണ്ട് ആ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ശരിക്കും ഇങ്ങനെ എടുത്ത് കാണുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ കാണാൻ. ഒരു കുറച്ച് ഭാഗം മാത്രം ഇങ്ങനെ ആ ഒരു കട്ട് ചെയ്തെടുത്ത പോലെ ഉണ്ട് നമ്മൾ ആ ഒരു ബോട്ടിൽ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഒരു കളേഴ്സ് ആണെങ്കിൽ ആ ഒരു ബ്ലൂ കളർ യെല്ലോ കളർ നല്ലൊരു കോമ്പിനേഷൻ തന്നെ ഉണ്ട്, നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കളർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കളർ വേണമെങ്കിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ.
പിന്നെ ഞാൻ നെക്കിൻ്റെ സൈഡിലേക്ക് വൈറ്റ് സാറ്റിൻ്റെ റിബൺ വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ മാത്രം ചെയ്തപ്പോൾ അത്രക്കൊരു എടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ സിൽവർ കളറ് ഒരു ഡ്രസ്സിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ലേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം കംപ്ലീറ്റ് ആയിട്ട് റോൾ ചെയ്ത് കൊടുത്തു. അപ്പോൾ അത്രക്കൊരു ഭംഗിയില്ല, കുറച്ചൊരു ഓവറായ പോലെ തോന്നാം. അപ്പോൾ പിന്നെ ഞാൻ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു നെക്കിൻ്റെ സൈഡ് കുറച്ചൊരു ലെങ്ത്ത് കൂടുതലാണ് ഈ ഒരു ബോട്ടിൽ. അപ്പോൾ ഞാനൊരു 3 പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് 3 റൗണ്ടായിട്ട് നടുക്കും പിന്നെ മേലെയും താഴെയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. ആ ഒരു സിൽവർ കളറും കൂടെ ആ ഒരു വൈറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട് വന്നപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ ഞാൻ അതുപോലെ തന്നെ ഈ സിൽവർ ലേസ് തന്നെ വെച്ചിട്ടൊരു ചെറിയൊരു ബോ പോലെ ഉണ്ടാക്കിയിട്ട് അതും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഡെക്കറേഷൻസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ എന്ത് മെറ്റീരിയലാണോ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ആ നെക്കിൻ്റെ സൈഡിൽ വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതല്ലെങ്കിൽ ജൂട്ടിൻ്റെ ത്രെഡ് റോൾ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടും ഒരു വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിക്ചർ വാർണിഷ് കയ്യിലുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ വുഡ് വാർണിഷാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം ആ ഒരു വൈറ്റ് കളറൊക്കെ ഇങ്ങനെ ചെറിയൊരു യെല്ലോയിഷ് കളറായിപ്പോൾ അപ്പോൾ അത്രക്കൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പം ഞാൻ ഇപ്പം ചെയ്ത് കൊടുക്കുന്നത് ഫെവിക്കോൾ വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഗ്ലൈസിങ്ങും കിട്ടും. പിന്നെ ഏതെങ്കിലും ഭാഗത്ത് നമ്മൾ എഗ്ഷെൽസ് ഒട്ടിച്ചിട്ടില്ല, ശരിയായിട്ട് ഇങ്ങനെ ഒട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ നന്നായിട്ട് സ്റ്റിക്കായിട്ട് കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ പിക്ചർ വാർണിഷ് വാങ്ങിക്കുന്ന സമയത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ നല്ലൊരു ഗ്ലൈസിങ് കിട്ടും, നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ. അങ്ങനെ ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം. അങ്ങനെ നമ്മൾ എഗ്ഷെൽസ് വെച്ചിട്ട് നല്ല ഭംഗിയുള്ളൊരു ബോട്ടിൽ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പാർട്ടീഷനൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ട് തന്നെ കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. വേറെ ഏത് പാറ്റേണിൽ വേണമെങ്കിലും ഇങ്ങനെ ഒരു ടേപ്പ് ഒട്ടിച്ചിട്ട് വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഞാൻ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ നിറച്ച് കൊടുത്തിട്ട് ഞാൻ മണി പ്ലാന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ആ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തിലൂടെ നമ്മൾ സ്റ്റെമ്മും പിന്നെ ഒരു റൂട്ടൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ് വെക്കാനുള്ള ഒരു പോട്ടായിട്ടൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സിമ്പിളായിട്ട് ഒരു ബോട്ടിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുന്ന 5 കമൻറ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കണ്ടിട്ട് കമൻറ്റൊക്കെ ചെയ്യാം. അതുപോലെ എപ്പോഴും പറയാനുള്ളപ്പോൾ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.